നമ്മൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എല്ലാവരും നല്ലൊരു വീട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കടലാസിലൊക്കെ വരക്കുമായിരുന്നു. കടലാസിലൊക്കെ വരച്ചിട്ടായിരുന്നു വീട് ഇങ്ങനെ സ്വപ്നം കാണാം. അങ്ങനെ ചുമരുമ്പേ ആക്കിയെടുത്തു. ഓക്കെ, നമുക്ക് വീട് കാണാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല. അതിന് ഏട്ടൻ്റെ വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ വീട്, എൻ്റെ ഹോം ടൂർ എന്താ കാണിക്കാമെന്ന്. പ്രസൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ വീടുള്ളത്. അതായത് ഇപ്പോൾ എത്ര കൊല്ലായി തോന്നുന്നു, ഒരു കുറച്ച് വർഷമായിട്ടാവുള്ളൂ നമ്മൾ വീട്ടിലേക്ക് മാറിയിട്ട്. അതുകൊണ്ട് കുറേ പണികളൊക്കെ ബാക്കിയുണ്ട്. മാരേജിന് അങ്ങനെ പണിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വപ്നം അങ്ങനെയല്ലേ. അതെല്ലാവർക്കും അങ്ങനെ, അത് എനക്കെന്നല്ല എല്ലാവർക്കും ഇങ്ങനെ ഉറക്കത്തിൽ മാത്രം കണ്ട ഒരു സ്വപ്നമായിട്ടോ വീട്. ഇങ്ങനെ ഞെട്ടുന്ന സമയത്ത് അവിടെയായിരുന്നു നമ്മളെ തറവാടുള്ളത്. ഇപ്പോൾ അതില്ല, അതൊക്കെ ഇടിച്ച് നിർത്തിയത് പ്രശ്നങ്ങൾ കാരണം ഇടിച്ച് നിർത്തിയ. അങ്ങനെ അവിടെയായിരുന്നു നമ്മളെ തറവാട് ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ വർഷം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന സ്വപ്നം ഇങ്ങനെ ഉറക്കത്തിങ്ങനെ കാണും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീടൊക്കെ ആയത്. അതായത് ഓരോരുത്തർ വീട്ടിൽ കൂടെല്ലൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അതായത് അവിടെ ചാണകമൊക്കെ മെഴുകിയിട്ടുള്ള വീടാണ് കേട്ടോ. അത്രക്കും നമ്മൾ താമസിച്ച പൈസ ഉണ്ടായിട്ടും അതെല്ലാം ഓരോരോ കാര്യങ്ങൾ, അത് പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ നമ്മൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എല്ലാവരും നല്ലൊരു വീട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് എനിക്കൊരു വീട് വേണമെന്നൊക്കെ ഭയങ്കരമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കടലാസിലൊക്കെ വരക്കുമായിരുന്നു. കടലാസിലൊക്കെ വരച്ചിട്ടായിരുന്നു വീട് ഇങ്ങനെ സ്വപ്നം കാണാം. അങ്ങനെ ചുമരുമരൊക്കെ വരച്ചിട്ട് പിന്നെ ഈ വീട് എടുത്ത് നോക്കുമ്പോൾ ആ ചുമരും വരച്ച പിക്ചറും എൻ്റെ വീട് ഒരുപോലെ. എനിക്ക് ഭയങ്കര ഹാപ്പി. അതായത് ഞാനൊന്ന് വരച്ച് അതന്നെ ഒരു ഔട്ട്ലുക്ക് ഇവിടെ കിട്ടുക, അത് ഞാൻ വെറുതെ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ ആക്ച്വലി വീട് വേണ്ടത് നല്ല സാഹചര്യം കൊണ്ട് ചെറുതായി പോയതാട്ടോ. അച്ഛൻ മരിച്ചതിന് ശേഷം എടുത്ത വീടാണിത്. 2 ഫ്ലോറൊക്കെ ആയിട്ടുള്ള വലിയ വീടായിരുന്നു. ഇതൊക്കെ വലിയ കുന്നും പ്രദേശമായിരുന്നു. കുന്നും പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഹൈറ്റിലൊക്കെ ആയിരുന്നു മണ്ണൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ട് ഇതൊക്കെ നമ്മളെ സ്ഥലം കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ വീടും പരിസരം ഞാൻ പിന്നെ കാണിച്ചു തരാം. എൻ്റെ വീട് കാണിച്ചു തരാം. ഇതാട്ടോ എൻ്റെ വീടുള്ളത്. അതായത് വീട്ടിൽ കൂടുന്ന സമയത്ത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കൂടുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ഫസ്റ്റ് അച്ഛൻ മരിച്ച സമയത്ത് 1 ഇയർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാറി. അതായത് അമ്മയാണ് എല്ലാം ചെയ്തത്. ആ സമയത്ത് കുറച്ച് പൈസയൊക്കെ വെച്ചിട്ട് വീടൊക്കെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് എങ്ങനെയോ കയറ്റി. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തറവാടായിരുന്നില്ല, ഇടിഞ്ഞു വീഴുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പേടിയായിരുന്നു, പേടിപ്പിക്കലായിരുന്നു. അത് പേടിയേക്കാളും പേടിപ്പിക്കലായിരുന്നു കേട്ടോ വീട്ടിനെ കുറിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഒന്നുമില്ല തേച്ചില്ല, സദാ ഒരു കല്ലുകൊണ്ട് 3 വാതിൽ, അതായത് മുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വാതിൽ വെച്ചു, ബാക്കും ഫ്രണ്ടും നോർമൽ വാതിൽ വെച്ചിട്ട് മണ്ണില്ലേ, വെറും മണ്ണ്. അതായത് നിങ്ങളിപ്പം കാണുന്ന നിലത്തുള്ള പണിയില്ല, അതുപോലെ മണ്ണിൽ കയറി താമസിച്ച് നമ്മളെ താർപ്പായില്ലേ, നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഇടുന്ന ആ താർപ്പായി വിരിച്ചിട്ട്, അതായത് റൂമിൽ മാത്രം, ഒറ്റ റൂം, ഞാൻ റൂം കാണിച്ചത്, ആ റൂമിൽ മാത്രം തായ്പാഴ വിരിച്ചിട്ട് ഒരു ചെറിയ അലമാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ ഇരുമ്പിന് അലമാരൊക്കെ ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഡെയിലി നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ തളിക്കുക, നമ്മളിപ്പോൾ കൃഷിക്കൊക്കെ തളിക്കത്തില്ലേ, അതുപോലെ വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ അമർത്തി നിർത്തി ബുക്കൊക്കെ എന്താ പൊടി പിടിച്ചിട്ട് എപ്പോഴും ഇതാണ് ഭക്ഷണ സാധനമൊക്കെ. അതായത് അടുപ്പുകൾ യൂസ് ചെയ്യില്ലല്ലോ, വീട്ടിൽ കൂടുതൽ കഴിയാണ്ട് പുറത്തായിരുന്നു. പിന്നെ ബാത്റൂം ഒന്നും ഉണ്ടായിരുന്നില്ല, സാധാ പോലെയായിരുന്നു. മേലെ തറവാട്ടിൽ ബാത്റൂം കുളിമുറിയൊക്കെ അതായിരുന്നു യൂസ് ചെയ്തത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രിയൊക്കെ ഉള്ള സമയത്ത്. അതായത് പിന്നെ അങ്ങോട്ട് പോകേണ്ട ഒരു ജസ്റ്റ് അപ്പുറം പോവണ്ട, അതിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ കല്യാണമൊക്കെ സമയത്ത് ഫുള്ള്, പിന്നീട് അമ്മ വീട്ടിൽ കൂടെയൊക്കെ അതിൻ്റെ ഉള്ളിൽ മാത്രം തേച്ചു വീട്ടിൽ കൂടെയുള്ള സമയത്ത്. പിന്നെ ബാക്കി തീർത്ത മാരേജിൻ്റെ സമയത്ത് ബ്രദർ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇങ്ങനെ ആക്കിയെടുത്തത്. ഓക്കെ, നമുക്ക് വീട് കാണാം കേട്ടോ. ഇതാണ് നമ്മളെ ഫ്രണ്ട് പോസ്റ്റ് വരുന്നത്. അതായത് ഇതെല്ലാം കല്യാണത്തിനാണ്, എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാക്കിയാണ് കേട്ടോ. ടൈലിട്ടിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. മാരേജിനൊക്കെ
ഇത് ഷീറ്റില്ലേ, സാധാ ഷീറ്റ് ഇടും കോണകളൊക്കെ. അതായത് ഇതിപ്പം ഞാൻ എൻ്റെ വീഡിയോന് വേണ്ടിയിട്ട് എടുത്ത സാധനമൊക്കെ കോണാക്കൊണ്ടിരിക്കും. അതായത് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അതായത് കാർട്ടനല്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പം കുറേ ഇന്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റണം. തൽക്കാലം നമ്മുടെ ടി വി ഒക്കെ ഇങ്ങനെയാണ് വെച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഈ പൊസിഷനിലായിരുന്നു ടി വി വേണ്ടത്, എല്ലാം അങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്. അതായത് ഇവിടെ ഷോ കേസസ് അതേപോലെ വരുന്നത് അങ്ങോട്ടാണ്. ടി വിന്റെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് എന്തായാലും നമുക്ക് ഒരു സാഹചര്യത്തിൽ തൽക്കാലം ഇപ്പൊ ടി വി ഒക്കെ കാണണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് പൂജാമുറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് വിളക്കൊക്കെ വെക്കണ്ടേ, നമ്മൾ സ്ഥിരമായിട്ട് വിളക്കൊക്കെ വെക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു ബോക്സ് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഏട്ടൻ പണ്ട് അല്ല അഫെയർ ആയ സമയത്ത് എനിക്ക് തന്ന അക്വേറിയാണ്. പക്ഷെ വെള്ളമൊന്നുമില്ല, വീടുണ്ട്. ബാക്കി ഞാൻ ഇത് ഓർമ്മയ്ക്ക് വെച്ചത് ഇഷ്ടം. ഇനി നമുക്ക് ഇത് കോണി നമ്മൾ ഒരു ഇത് ചെയ്തിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞല്ല, കല്യാണത്തിന് ഇപ്പം അടുത്താണ്, കുറച്ച് കാലമായിട്ടുള്ള ടൈലൊക്കെ എടുത്തിട്ട് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൈലൊക്കെ ഇവിടെ എടുക്കട്ടോ വെച്ചിട്ട്, അതായത് മുകളിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഇപ്പം മാരേജൊക്കെ വരുന്ന സമയത്ത് മുകളിലൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് മൊത്തം സെറ്റാക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം ആവില്ലുള്ളത്. അതായത് 2 ബെഡ്റൂമിനും കൂടി ഒരു ബാത്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അതും അതിൻ്റെ പണി നടക്കുകയാണ്. പുതിയ രീതിയിൽ നമ്മൾ ബാത്റൂമൊക്കെ മാറ്റാണ്. ഇതാണ് ബെഡ്റൂം, ഫസ്റ്റ് ബെഡ്റൂം. ബെഡ്റൂം ഞാൻ പറഞ്ഞില്ല, ആ ലംബോലാക്കി വെച്ചിട്ട് അമ്മയാട്ടോ അതെല്ലാം ചെയ്യുക. ഞാനിപ്പോൾ 6 മാസമായി എനിക്ക്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല. എല്ലാം അല്ലെങ്കിൽ പൊതുവെ അമ്മ തന്നെ ഒക്കെയല്ല ചെയ്യാറ്. ഒന്നും ചെയ്തിട്ടില്ല. റൂം സാധാ പോലെ വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കൂടെ തന്നെ കിട്ടിയതാട്ടോ. ഇപ്പോൾ പ്രസന്റ് നമ്മൾ എവിടെയാണ് കിടക്കുന്നത്. ഇത് നമ്മളെ ക്യാമറയും കാര്യങ്ങളോട്ടോ. ഇത് ഇതെല്ലാം എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ജസ്റ്റ് ഇത് സർവീസിന് എനിക്ക് കൊടുക്കണം. അതായത് നമുക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനലോ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ അവസ്ഥ. നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതിപ്പം ബ്രദറാട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മേലെ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറും. ഒന്നും കഴിഞ്ഞിട്ടില്ല. അതായത് സാധാരണ പണ്ടിയുള്ള കട്ടിലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതല്ല ഇപ്പം അമ്മ ഈ വീട്ടിൽ ഇല്ല, അമ്മ പുറത്തു വരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല നീറ്റിലായിട്ടായിരുന്നു കാണിച്ചു തരുക. ഇതാണ് നമ്മളെ ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം. എഡിറ്റിങ്ങിൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ വാങ്ങണല്ലേ, ഞാൻ ആദ്യം തന്നെ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, എല്ലാം നമ്മൾ ഒറ്റ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിട്ടാ നമ്മുടെ കിച്ചൺ, ഒരു സ്റ്റോർ റൂം. ഇത് എനിക്ക് കബോർഡൊക്കെ അഴിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൂടി അഴിച്ചിട്ടുള്ള കബോർഡൊക്കെ അഴിച്ചിട്ട് ഇത് നല്ലോണം സെറ്റാക്കാം, 2 സെറ്റായിട്ട്. പിന്നെ ഇതാണ്, ഇതൊക്കെ ഇനിയിപ്പോൾ കിച്ചണ് പുറത്തേക്ക് മാറ്റി. അതിൻ്റെ മുന്നേ ആദ്യം ഒന്ന് കാണിച്ചതനുസരിച്ച് ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഡൈനിങ് ഹാളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എടുത്തെടുത്ത് വരുന്നത് എന്താണെന്ന് അറിയില്ല. ഇത് നമ്മളെ വർക്ക് ഏരിയ ആണ്. അതായത് വാഷ് ബേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രസന്റിലെ മറ്റൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയൊക്കെ ഏറ്റവും ഇഷ്ടമാണ്. എവിടെ നോക്കിയാൽ എല്ലാം വിശാലമായിട്ട് കാണാണ്. അതെന്നാ നോക്കുക, നമ്മളെ ഏത് അവിടെ നിന്നാലും മുറ്റത്ത് നിന്നാലും ഭയങ്കര ഒരു നല്ലൊരു സീനറി. നമ്മൾ ഫോട്ടോയിൽ എടുക്കുന്ന സമയത്ത് അപ്പുറത്തെ ചേച്ചിയൊക്കെ കുട്ടിയൊക്കെ വന്നിട്ട് ആദ്യം ഫോട്ടോ എടുക്കുന്നത് നല്ലോണം പൂക്കളെടുക്കുന്ന സമയത്ത് നല്ല സീനറി എന്ന് പറഞ്ഞാൽ വേറെ ഒരു നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് മഴയൊക്കെ പെയ്യുന്നത്, വെയിലാണെങ്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. അതിന് വെയിലാണെങ്കിൽ നോക്കണ്ട, ഈ പരിസരത്ത് വരാത്തത് നല്ലത്, അത്രയ്ക്കും ചൂടാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെറിയൊരു അവശിഷ്ടത റൂമാക്കിയിട്ട് കാണിച്ചു കൊടുക്കട്ടെ, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഒരുപാട് ആൾ താമസിച്ചൊക്കെ തറവാട്ടോ, പിന്നീട് നമ്മളേ ഉള്ളൂ. ഇപ്പോൾ അതില്ല. പിന്നെ നമുക്ക് തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ ഞാൻ എൻ്റെ വീടും പരിസരം കാണിച്ചിരുന്ന വിശദമായിട്ട് കാണിച്ചു. പിന്നെ നമ്മളെ കിണറ്, ഇതൊക്കെയാണ് നമ്മുടെ വീട്. നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ പരിസരമൊക്കെ കേട്ടോ നല്ല. ഇത് ഉറുമാമ്പഴം ഉണ്ടാവും, അതായത് 1 2 ഉണ്ടാവും, പക്ഷെങ്കിൽ നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീടും പരിസരം വിശദമായിട്ട് ഞാൻ ഒരിക്കൽ കാണിച്ചു തരുന്നത്. വീടിപ്പം കാണിച്ചിട്ട് പരിസരമൊക്കെ കാണിച്ചു തരാം. എനിക്ക് റോഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, പക്ഷേ മഴയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെയാണ് നമ്മുടെ വീട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ട് ഒരു ചാനൽ ഉണ്ടെന്ന് പറയട്ടോ. ലവ് യു.